ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 3 ആണ്. അപ്പം ഇന്നത്തെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിസ്റ്റ് ആക്കാൻ പോകുന്നു. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട. അപ്പം ഇവന് കുറേ പേരൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പം ഇവന് പേര് വേണം. പേര് നിങ്ങൾ താഴെ കമൻറ്റ് ഒരു ചങ്ങായി പറഞ്ഞിന് എനിക്ക് ഇഷ്ടമുള്ള പേര് കിട്ടുന്നു. അപ്പം നമ്മൾ അങ്ങനെയല്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനാണ് ഇവനെ തുറന്നു വിട്ടിട്ടുള്ളത്. ഇവനെ എന്ത് പേരിടുന്നോ അതൊക്കെ ഇടും, എന്ത് പേരിടും. അത് ഞാനും കൂടി നോക്കിയിട്ട് നല്ല പേരാണെങ്കിൽ ഞാൻ അത് ഇവനെ ഇട്ടിരിക്കും എന്തായാലും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി താഴെ കമൻറ്റ് നല്ല പേരൊക്കെ. അപ്പം നമുക്കൊന്ന് ഞാനൊന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 സ്റ്റാക്ക് രാത്രിയാണ് കളക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് 3 സ്റ്റാക്ക് വുഡും പിന്നെ കുറേ സ്റ്റോണും വേണം അല്ലേ. ഞാൻ അങ്ങനെ എല്ലാം കൂടി നോക്കിയപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. 3 സ്റ്റാക്ക് വുഡ് വേണം, പിന്നെ 3 സ്റ്റാക്കൊന്നും വേണ്ട, 2 സ്റ്റാക്ക് മതി. പിന്നെ ഇവിടുന്ന് കുറച്ച് മരം വെട്ടിയിട്ട് ഇവിടുത്തെ ഈ എല്ലാ മരം വെട്ടിയിട്ട് നമുക്ക് ഓക്കെ വരാം. കഥ നട്ട് പിന്നെ വെറുതെ നിങ്ങൾ കാണിക്കണ്ട. ഇതൊക്കെ ഞാൻ മുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതൊക്കെ ഞാൻ മുറിക്കട്ടെ. ഓക്കെ, ഇതിപ്പോൾ ഇതും കൂടി മുറിച്ച് കഴിഞ്ഞാൽ നമ്മളെ 3 സ്റ്റാക്ക് കംപ്ലീറ്റഡ് ആയി. 3 സ്റ്റാക്ക് വുഡായിട്ടുണ്ട്. ഇതാ കൈമിൽ കിടക്കുന്നുണ്ടാ. ഓഫ് ക്യാമറ ഗ്രൈൻഡ് 3 സ്റ്റാക്ക് വുഡ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പം ഞാൻ പിന്നെ ഇവിടുത്തെ എല്ലാ മരം മുറിച്ചിട്ട് ഞാൻ നട്ടും വെച്ചിട്ടുണ്ട്. ഞാൻ മരം മുറിച്ചിട്ടാകുമ്പോൾ നട്ടും വെച്ചിന്. നമുക്ക് മരം മുറിക്കാൻ മാത്രം പോരല്ല, മരം നടണ്ടേ. അതുകൊണ്ട് മുറിച്ച സ്ഥലത്തെല്ലാം മരം നട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ചേ മരം വെട്ടിയിട്ടില്ല. ഇവിടെ ഒന്ന് കിടക്കുന്നു. അപ്പം നമുക്ക് ഞാൻ കുറച്ച് അങ്ങനെ മുറിച്ചത്, അതുകൊണ്ട് ഇവിടെ നിന്ന് കാണൂല. ഞാൻ പിന്നെ ഈ വില്ലേജിൽ വെച്ചോ ഇങ്ങനെ വെച്ചാലും വിചാരിച്ചു. പിന്നെ ഞാൻ ഇവിടെ ഒരുത്തനെ പൂട്ടിയിട്ടുണ്ട്. കണ്ട, അവിടെ ഒരുത്തൻ പൂട്ടിയിട്ടുണ്ട്. ഇവൻ എന്നാൽ തിരിയറിയില്ല, പൂട്ടിയിട്ടുണ്ട്. ഞാൻ ബ്രീഡൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് പൂട്ടിയിട്ടില്ലല്ലോ. അതെവിടെയാമോ? ഞാൻ വേറെ 2 വില്ലേജർ ഒരുമിച്ച് പൂട്ടിയിട്ടുണ്ട്. ഏതോ വീട്ടിലാ. ഇതല്ലേ, ഇതാ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട. 2 ഉണ്ട് തോന്നുന്നു. ഇനി അത് വെച്ചിട്ട് വീടൊക്കെ സെറ്റാക്കണം. ഇനിയും വരാനുണ്ട്. ഇനി എത്ര ഡിസ്പ്ലേ വരാണ്ട്, കുറേ എന്തൊക്കെയല്ലോ പറ്റിപ്പോയി. പിന്നെ ഇവിടെ ഞാൻ കുറച്ചും കൂടി ബിൽഡ് ചെയ്തു. എൻ്റെ ഈ പാലം അതും കൂടി നമുക്ക് ബിൽഡാക്കണം. എല്ലാ ബിൽഡ് തന്നെ. ഇനി നമുക്ക് എടുത്ത് സാപ്ലിംഗ് ഒക്കെ കളക്ട് സാപ്ലിംഗ് എല്ലാം കളക്ട് നമുക്ക് ബിൽഡ് ആക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടുത്തെ 2-3 സാപ്ലിങ്ങളിൽ നട്ടിന്, 2-3 എണ്ണം. അത് കണ്ട, 2-3 എണ്ണം നട്ടിന്. ബാക്കി അധികം നട്ടിട്ടൊന്നുമില്ല. പിന്നെ ചെറിയ ജലദോഷം അതൊക്കെ പിടിച്ച്. പിന്നെ 1 സ്റ്റാക്ക് വുഡൊക്കെ അല്ല, വുഡ് സ്റ്റാക്കല്ല, 3 സ്റ്റാക്ക് വുഡും പിന്നെ ഒരു സ്ട്രിപ്പ്ഡ് വുഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങണ്ടേ. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നാൽ നിങ്ങളെ പേര് അതിൻ്റെ അകത്ത് വരും. അപ്പോൾ പിന്നെ ഇവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, താഴോട്ടിങ്ങനെ വെച്ചിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ആക്കുന്നത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ കുറച്ചിങ്ങനെ ആക്കിയിട്ട് ബാക്കിയെല്ലാം ഓഫ് ക്യാമറ ഗ്രൈൻഡ് ആക്കാം. അപ്പം ഞാനൊന്ന് ഇത് വലിയൊരു ഹാൾ ഉണ്ടാക്കിയിട്ട് വരാം. ഞാൻ ഒരു വലിയ ഹാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഈ സൈഡിലും ബോർഡ് വരും, ഇപ്പുറത്തെ സൈഡിലും ബോർഡ് വരും. അപ്പം നമ്മൾ കണക്കായിട്ട് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റെയർ വെക്കണം. അത് എൻ്റെ പെട്ടീൻ്റെ അകത്ത് ഉണ്ടോ അറിയില്ല. നമുക്ക് സ്റ്റെയർ വെക്കണം. സ്റ്റെയറിൻ്റെ അകത്ത് 17-16 ഉണ്ട് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ നോക്കിയതാണ്. നോക്കട്ടെ. ഇതല്ലേ 17. പിന്നെ ആ 17 അവിടെ വെച്ച് നോക്കാം. 17 കൃത്യം ആടെ ആയിട്ടുണ്ടെങ്കിൽ ഓറ അറ്റിപ്പിക്കുക. 17 കൃത്യമായിട്ടുണ്ടെങ്കിൽ നോക്കി വെക്കാം. 5 എണ്ണം ബാക്കി. ഇടി ലാസ്റ്റ് 1 ബാക്കി. ഏതാ ഓറ? ലാസ്റ്റ് 1 ബാക്കി. ലാസ്റ്റ് 1 ബാക്കി. അത് നമുക്ക് ഇനി ഇവിടെ വെക്കുന്നല്ലേ, കാണിച്ചു തരാം. ഇങ്ങനെ പോയിട്ട് ആ ഡോറും തുറന്നിട്ട് ഇവിടെ അങ്ങ് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങ് വെക്കുക. നമുക്കിനി തുടങ്ങാം. നമുക്കിനി അതിൻ്റെ അകത്തേക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് തുടങ്ങാം. അപ്പം എൻ്റെ കയ്യിൽ 4 ബ്ലോക്ക് എടുത്തിട്ട് ഞാൻ തുടങ്ങാം. ഇവിടെ 2 എണ്ണം വെക്കുക, ഇവിടെ 2 എണ്ണം വെക്കുക. അപ്പം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റത്തെ വഴി ഉണ്ടാക്കിയിട്ട് അതൊന്നും കൂട്ടണ്ട, അത് വെറുതെ ആക്കിയതാണ്. ഇനി ഞാൻ കുറച്ച് എല്ലാം ചെയ്തിട്ട്
ഓഫ് ക്യാമറ ആക്കി കാണിച്ചു തരാം. എല്ലാം ഓഫ് ക്യാമറ ആക്കി കാണിച്ചു തരാം. ഇതാ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ബ്ലോക്ക്. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വെച്ചു, ഇതാ എല്ലാം ആയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഭാഗം വെച്ചാൽ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ എന്താ പറയുക മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ടേ, മൈനിങ് ഏരിയ അതിൻ്റെ പുറത്ത് വെച്ചിട്ടേ അതും പിന്നെ എൻ്റെ വീട്ടിനും ബാക്കിൽ വെച്ച മുന്നിലെല്ലാം വെച്ച പോലെ ആ സംഭവമാണ് ഞാൻ വെച്ചിട്ടത്. അതെൻ്റെ എല്ലാ ബിൽഡിനും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെ ഇറങ്ങും, ഇതെങ്ങനെയാണ് സംഭവം. പിന്നെ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ ട്രാപ്പ് ഡോറിൽ പംകിനെല്ലാം വെച്ചിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു സംഭവത്തിലേക്കാണ്. അപ്പോൾ ഈ സൈഡിലും ഈ 10 സൈഡിലും ഞാൻ പേരൊക്കെ എഴുതി കാണിക്കുന്നുണ്ടാവും. പിന്നെ നടുക്ക് തന്നെ എൻ്റെ ഒരു മാപ്പിൻ്റെ ഇത് എഴുതിയിട്ടുണ്ടാവും, മാപ്പിൻ്റെ. പിന്നെ ഇവിടെ ഒരു ചെസ്റ്റും ഉണ്ട്. ആ മാപ്പിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതിൻ്റെ. പിന്നെ ചെസ്റ്റിൽ കുറേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് എൻ്റെ പേരൊക്കെ വരുന്നത്, പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും. പിന്നെ ഇതെന്ത് സാധനമാണെന്ന് നിങ്ങൾ പറ, ഇതെന്ത് സാധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡിൽ എഴുതി വെക്കും. ഇതെന്ത് സാധനത്തിൻ്റെ ബാക്കിൽ ആണെന്ന് പറഞ്ഞാൽ ഈ ബോർഡിനകത്ത് ഞാൻ എഴുതി വെക്കും അയാളുടെ പേര്, കറക്റ്റ് ആൻസർ പറഞ്ഞ അയാളുടെ പേര് ഞാൻ പിന്നെ എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്. ഇതെന്നാണ് നിങ്ങൾ കുറച്ച് മൈൻക്രാഫ്റ്റ് ഇതൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെന്ത് ബ്ലോക്കാണെന്ന്. ഇതായത് നിങ്ങൾക്ക് അടുത്തൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മേലെയൊക്കെ പംകിൻ വെച്ചിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട്, ട്രാപ്പ് ഡോറൊക്കെ വെച്ചിട്ട്. അതൊക്കെയാണ് സംഭവം. അയ്യാടെ ബ്ലോക്ക് ഉണ്ടല്ലോ, അത് എടുത്ത് വെച്ചേ, ഞാനെപ്പോൾ വെച്ചേ അന്ന് ഞെങ്ങാത്തെ ഒരു ഡർട്ടായി, രണ്ടെണ്ണായി. ഇതൊന്നും ആവാത്തെ തേങ്ങ, ഇതൊന്നും ആവാത്തെ പിരാന്ത്. ഒരു മിനിറ്റ്, ഞാനിതാക്കിയിട്ട് വരാം. അപ്പോൾ ഞാനത് ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ബ്ലോക്കൊക്കെ വെച്ചിട്ട് ഇത് എങ്ങനെയോ റെഡിയാക്കി. അപ്പം ഇതിങ്ങനെയാണ്. പിന്നെ ഞാൻ ഇപ്പം പുതിയത് വന്നിട്ടേ ഒരു പുതിയ സംഭവം, ആ സാധനത്തിൻ്റെ ആക്കിയാൽ മറ്റേ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നെല്ലാം ആ സംഭവം ഉണ്ടാക്കിയിട്ട് ആ സൈഡിൽ വെച്ചു. പിന്നെ നമുക്കിനി സൈൻ ബോർഡ് നമുക്ക് എല്ലാം വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മൊത്തം സൈൻ ബോർഡ് നിർത്താൻ, എന്നിട്ട് വേണം ഒരാളെ പേര് എഴുതിയിട്ട് മറ്റേ ഗ്ലോ സ്റ്റോൺ അങ്ങനെ എന്തോ സംഭവമില്ല, അതിൻ്റെ കൊണ്ട് കളറൊക്കെ അടിച്ചിട്ട് സെറ്റാക്കണം പേരൊക്കെ. പിന്നെ അവർ പറയുന്ന ഏത് കളറായാലും ഞാനത് അതിൻ്റെ അകത്ത് കൊടുക്കും. അപ്പോൾ അവരെ പേര് എഴുതിയിട്ട് ഗ്ലോ സ്റ്റോണിൽ ആക്കിയിട്ട് റെഡ് കളർ വേണമെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറാക്കും, പിന്നെ ഏത് കളറാണെങ്കിലും ആക്കും. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്ന ഒരു ലവിൻ്റെ ഹാർട്ട് അതിൻ്റെ ഇതിൽ കളറിട്ടാൽ മതി. അതിൻ്റെ അകത്തില്ലേ ഏതിടുന്നോ അതിൻ്റെ കളറാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ പേരിലിടും. അപ്പോൾ ഇതാ ലാസ്റ്റത്തെ പീസും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലിലേക്ക് അടിച്ചു വെക്കുക. അപ്പോൾ സീസ് നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.